പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചിയിലും തൃശ്ശൂരിലുമൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി എത്തുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കൊച്ചിയിലും തൃശ്ശൂരിലും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP നേതാക്കളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഇക്കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി 6-ന് നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. സമാപിക്കുന്നത് ഗസ്റ്റ് ഹൗസിലാണ്. ഹോസ്പിറ്റൽ ജംഗ്ഷൻ വഴിയാണ് റോഡ് ഷോ കടന്നു പോകുന്നത്. 1.5 ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് അനുമാനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായി വരുന്നു. അതിനുശേഷം അതായത് പിറ്റേ ദിവസം 6:30 ഗുരുവായൂരിലേക്ക് പ്രധാനമന്ത്രി പുറപ്പെടും. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലടക്കം ഏകദേശം 4ഓളം വിവാഹങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അതിനുശേഷം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സന്ദർശിക്കും. അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചാണ് തൃപ്രയാർ ക്ഷേത്ര സന്ദർശനവും പ്രധാനമന്ത്രി നടത്തുന്നത്. തൃപ്രയാറിലും നിലവിൽ സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി ഷിപ്പ്യാർഡിൽ കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പിന്നീട് BJP ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. മറൈൻ ഡ്രൈവിലാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ശക്തി കേന്ദ്ര ഇൻചാർജുമാരെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി അതിനുശേഷം ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്യും. എന്തായാലും വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ കൊച്ചിയിലും തൃശ്ശൂരിലും പൂർത്തിയായി വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.